നമസ്തേ. ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റാറുകളുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ട്രെൻഡിൽ പൊങ്ങി വന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, അത് വളരെ പോസിറ്റീവായിട്ടുള്ള പേരോടുകൂടി വന്ന വ്യക്തികളുണ്ടായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയോടുകൂടി വന്ന വ്യക്തികളുണ്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തു തന്നെയാണെങ്കിലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ജനങ്ങൾ കൈയടിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ ഡൗട്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമുക്കൊരിക്കലും ഈ ലോകത്തിനെ, ഈ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. ലോകത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമാവുകയാണ്. അപ്പൊ നമ്മൾ ആരോടാണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മളോട് തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മേലധികാരികളെ വളരെയധികം ഒപ്പം അല്ലെങ്കിൽ ചേർന്ന് പറ്റി നിന്നുകൊണ്ട് അവരെ സുഖിപ്പിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ. ചില സമയത്ത് തങ്ങളെക്കാൾ കൂടുതൽ പവറുള്ള വ്യക്തികൾ വരുന്ന സമയത്ത് ഉള്ളിൽ അവരോട് പ്രത്യേകിച്ച് വിധേയത്വമൊന്നുമില്ലെങ്കിലും അവരോടൊപ്പം അങ്ങനെ ചേർന്ന് നിന്ന് പോകുന്നതായിട്ടുള്ള വ്യക്തികൾ. ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള അധികാര സ്ഥാനത്തുള്ള അല്ലെങ്കിൽ അതോറിറ്റീസിനെ സുഖിപ്പിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി അതാണ് ജീവിതം എന്നുള്ള രീതിയിൽ ധരിച്ചുകൊണ്ട് കഴിയുന്നതായിട്ടുള്ള വ്യക്തികൾ. അവർക്കങ്ങനെ സുഖിപ്പിച്ചിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ പോലെയാണ്. പീപ്പിൾ പ്ലീസിങ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പം എപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമായിട്ടും ഈ വ്യക്തികൾ തങ്ങളെക്കാളും ഒരു പടി മുകളിലുള്ള, നമുക്ക് അതോറിറ്റി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ഫിഗർ അല്ലെങ്കിൽ ഒരു പേരന്റൽ ഫിഗർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, തങ്ങളെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ മുന്നിൽ താൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് അല്ലെങ്കിൽ അവർക്ക് സുഖിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ധരിപ്പിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത്? തങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി നേരിട്ടൊരു ചങ്ങലയിട്ട് വലിക്കുന്നില്ലെങ്കിലും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ചെയിനും വഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ അടിമകളായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പീപ്പിൾ പ്ലീസിങ് അല്ലെങ്കിൽ പ്രൂവിങ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ വലിയൊരു സമസ്യ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെൽഫ് റെസ്പെക്ട്, നമുക്ക് നമ്മളോട് തന്നെയുള്ള ബഹുമാനത്തിനെ എവിടെയും ആരുടെ മുന്നിലും അടിയറവ് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഭൂരിഭാഗം ആളുകളും അടിയറവ് വെക്കുകയാണെങ്കിൽ അതൊരു അടിമത്ത സംസ്കാരമായിട്ട് വളരുമെന്നുള്ളതാണ്. നമ്മുടെ ജനാധിപത്യം നിന്നു പോകണമെങ്കിൽ, നമ്മുടെ മനുഷ്യരാശിയുടെ ഈ എവല്യൂഷൻ കൃത്യമായിട്ട് നടന്നു പോകണമെങ്കിലൊക്കെ ഈ അടിമവെപ്പിനപ്പുറത്തേക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യുക, നമ്മളുടെ മുന്നിൽ തന്നെ അപ്രൂവൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കളക്റ്റീവ്ലി നമ്മുടെ പെർസ്പെക്റ്റീവിൽ അതിനെ, സ്പിരിച്വൽ വ്യൂ പോയിന്റിൽ അതിനെ നമുക്ക് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധമണ്ഡല വികാസം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ പാത്ത് വേ ടു എൻലൈറ്റൻമെന്റ്. അപ്രൂവൽ ഈസ് ആൻ ഇൻവിസിബിൾ ചെയിൻ. നമ്മൾ മറ്റുള്ളവരെ അപ്രൂവ് ചെയ്യാനായിട്ടുള്ള അതങ്ങ് വിട്ട് കളയുകയാണെങ്കിൽ നമുക്ക് ഫ്രീഡം കിട്ടുകയാണ്, നമ്മൾ സ്വതന്ത്രരാവുകയാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യേണ്ടി വരുന്ന കാലത്തോളം നിങ്ങൾ അടിമയാണ് എന്നുള്ളതാണ്. എപ്പോഴാണ് നിങ്ങളൊരു റിബലായിട്ട് മാറുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങളൊരു റിബലായിട്ട് മാറുന്നത് നിങ്ങൾ ഒരുപാട് ഒച്ച വെക്കുന്ന സമയത്തല്ല. എപ്പോഴാണോ നിങ്ങൾ സൈലന്റ് ആകുന്നത് ആ സമയത്താണ് നിങ്ങളൊരു റിബലായിട്ട് മാറുന്നത്. കാരണം നിങ്ങളുടെ നിശബ്ദതയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ആക്ഷനെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല, നിങ്ങളുടെ ആക്ഷൻ ഇറ്റ്സെൽഫ് അത് തന്നെ അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാകുകയാണ്? നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിലും ഒക്കെ നമുക്ക് ഡെവലപ്മെന്റ്, വളർച്ചയുണ്ടാവുകയാണ്. ഓരോ അക്യൂസേഷനും വരുന്ന സമയത്ത് അതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന വ്യക്തി ശക്തനല്ല എന്ന് ഞാൻ പറയുകയാണ്. നമ്മളിന്ന് നമ്മുടെ സോഷ്യൽ സിനാരിയോയിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും ഒരുപാട് അക്യൂസേഷൻ അനുഭവിക്കുന്നതായിട്ടുള്ള, ഫേസ് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളുണ്ട്. ചിലർ ഓവർ റിയാക്ട് ചെയ്ത് സ്വന്തം വില കളയുകയാണ്. ബിക്കോസ് ദേ വാണ്ട് ടു പ്രൂവ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ചില വ്യക്തികളാകട്ടെ നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ പാലിക്കുന്ന സമയത്ത് മറ്റുള്ളവർ പറയും, അവൻ ഈ പറയുന്ന കുരകൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് എന്ന്. അങ്ങനെ അവന്റെ വാല്യൂ അവിടെ വർദ്ധിക്കുകയാണ്.
ശക്തൻ മൗനം തിരഞ്ഞെടുക്കുകയാണ് ഈ കലിയുഗത്തിലെ ഇത്തരത്തിലുള്ള സമസ്യകൾക്കിടയിലൂടെ നടന്നുപോയി വിജയിക്കുന്നതിന് വേണ്ടി. അവന്റെ ശബ്ദം എന്ന് പറയുന്നത് എപ്പോഴാണോ നിശബ്ദതയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ശബ്ദം ഉയർത്തുന്നവനല്ല റിബൽ, യഥാർത്ഥത്തിൽ ശബ്ദം ഉയർത്തുന്നവനല്ല ശക്തൻ. അതിനപ്പുറത്തേക്ക് ആരാണോ കാമാൻ ക്വയറ്റായിട്ട് നിശബ്ദനായിട്ടിരിക്കുന്നത്, അവനാണ് യഥാർത്ഥത്തിലുള്ള ശക്തൻ. കാരണം അവന് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, അവന് ഭാവിയെ കാണാനായിട്ട് സാധിക്കുന്നു. അവൻ പാസ്റ്റ് മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് ആരുടെ മുന്നിലും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവന്റെ മുന്നിൽ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രപഞ്ചം അവന് വേണ്ടതായിട്ടുള്ള റിവാർഡ് തീർച്ചയായിട്ടും നൽകും എന്നുള്ളതാണ്. നമ്മുടെ സെൽഫ് റെസ്പെക്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ പണം ഉണ്ടാക്കുന്നവനാണ്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നവനാണ് എന്നൊക്കെയുള്ള അപ്രൂവൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് കേൾക്കേണ്ട വരുന്ന സമയത്ത്, ഇനി അവർ പറയുകയാണ് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. അവിടെ യാതൊരു രീതിയിലും നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെയാണ് സെൽഫ് റെസ്പെക്റ്റ് ആരംഭിക്കുന്നത്. സ്വന്തം വില അറിയുന്നവൻ ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എന്നോട് പല ആളുകൾ പല രീതിയിൽ തർക്കിക്കാൻ വരാറുണ്ട്. പക്ഷെ ഞാൻ അവരോട് തർക്കത്തിൽ ഏർപ്പെടാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പറയുന്ന തത്വശാസ്ത്രത്തിനോട് അവർക്ക് യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ ചിലപ്പോൾ മതപരമായിട്ടുള്ള തത്വശാസ്ത്രത്തിലോ മറ്റെന്തെങ്കിലും തത്വശാസ്ത്രങ്ങളിലോ ഒക്കെ ആയിരിക്കും കുടുങ്ങിക്കിടക്കുന്നത്. നമ്മൾ പറയുന്ന തത്വശാസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനൊരു ഫിലോസഫി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മൾട്ടിപ്പിൾ സ്കൂൾ ഓഫ് തോട്ട്സിൽ നിന്നുള്ള ഒരു എക്ലറ്റിക്കൽ അപ്രോച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ, ഏതെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യത്തിന് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും? അതുകൊണ്ട് തന്നെ അവരോട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നില്ല. കാരണം ഈ വരുന്ന നമ്മുടെ മുന്നിൽ നമ്മളോട് തർക്കിക്കാനായിട്ട് വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ ഫിലോസഫിയാണോ റൈറ്റ് എന്ന് വിശ്വസിച്ചിട്ടാണ് അവർ വരുന്നത്. അല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ അങ്ങനെ വരുന്നില്ല. കാരണം അവൻ ചോദ്യങ്ങളും ക്യൂരിയോസിറ്റിയും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ ഫിലോസഫിയാണ് റൈറ്റ് എന്ന് പറയുന്നൊരു വ്യക്തിയോട് വെറുതെ എന്തിനാണ് സംസാരിച്ച് സമയം കളയുന്നത്? ആ സമയത്ത് കൂടി അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്ന വ്യക്തികളുമായിട്ട് സംവദിക്കുന്ന സമയത്ത്, അവരിലേക്ക് എത്തുന്ന സമയത്ത്, ആ സമയത്താണ് നമ്മുടെ ജീവിതം, നമ്മുടെ നിമിഷങ്ങൾ അർത്ഥപൂർണമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ഒച്ച വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ നടക്കുന്ന ആ ശബ്ദമുണ്ടല്ലോ, അതാണ് നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന വഴിയാണ് നമ്മുടെ ദർശനം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിലയുള്ളവന് വാക്കിന്റെ ആവശ്യമില്ല, അവന് സാന്നിധ്യം മാത്രം മതി. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് നിർത്തുന്നത്, ആ സമയത്ത് നമ്മുടെ എനർജി ഷിഫ്റ്റ് ആവുകയാണ്. നമ്മുടെ മനസ്സാകെ മാറും. നമ്മുടെ മനസ്സിലെ പല ഭാരങ്ങൾ മാറും. നമ്മുടെ ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യാനും തുടങ്ങും. ഒരു വിടുതൽ യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ കിട്ടുകയാണ്. അടിമത്തത്തിൽ നിന്ന്, അടിമത്തത്തിന്റെ പൈശാചികമായിട്ടുള്ള ചങ്ങലകളിൽ നിന്ന് നമുക്കൊരു മോചനം അവിടെ ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതം അടിമുടി മാറുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് റോങ് ആയിട്ടുള്ള ആളുകൾ ഡിസപ്പിയർ ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ ഈ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള വഴി നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്തു വരുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ച, പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് പരവതാനി വിരിക്കുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനും അനുഭവിക്കാനായിട്ടും സാധിക്കും. നിങ്ങൾ എപ്പോഴാണോ പ്രൂവ് ചെയ്യാതിരിക്കുന്നത്, മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് നിർത്തുന്നത്, ആ സമയത്ത് നിങ്ങളുടെ ഫിൽട്ടർ ആക്ടിവേറ്റ് ആവുകയാണ്. അനാവശ്യമായതിനെ ഒക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ട് പ്രപഞ്ചം നിങ്ങളെ വീണ്ടും പ്യൂരിഫൈ ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ക്ലാരിറ്റി വർദ്ധിക്കുകയാണ്. ലെജൻഡ്സ് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല, അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചരിത്രം ഒരിക്കലും എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ വിവരണങ്ങളെ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. ചരിത്രം ഓർത്തിരിക്കുന്നത് വെളുപ്പിക്കലുകളെയല്ല, പ്രവൃത്തികൾ അല്ലെങ്കിൽ ആക്ഷൻസ് അല്ലെങ്കിൽ കർമ്മത്തിനെ മാത്രമാണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രൗഡിന്റെ ഇടയിലാണ്. എന്നാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തിയാകട്ടെ അവൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിലുള്ള ജീവിതവും സ്വാതന്ത്ര്യവും ആരംഭിക്കുന്നത് ഞാൻ എൻ്റെ സത്യത്തിൽ ജീവിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അലൈൻ ചെയ്യുകയാണ് വേണ്ടത്. ഈ ഒറ്റ തീരുമാനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് നിർത്തുകയും സ്വയം ജീവിക്കുന്നത് ആരംഭിക്കുകയും ചെയ്യുകയാണ്. സാധാരണ വ്യക്തികൾ ക്രൗഡിനെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ലെജൻഡ്സ് സത്യത്തിൽ ജീവിക്കുന്നു.
നമ്മൾ തുടരുവാൻ വേണ്ടി നിർത്തുകയാണ് തൽക്കാലത്തേക്ക്. നമസ്തേ.